نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ദുനിയാവിൽ ചില സുന്നത്തുകളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ഏത് കാലത്തും ഏതൊരു വ്യക്തിയിലും അത് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അല്ലാഹുവിന്റെ സുന്നത്തിൽ, അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരു പകരം വേറൊന്നാകുന്നതോ അല്ലെങ്കിൽ അതിലൊരു മാറ്റമോ നീ കണ്ടെത്തുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ അള്ളാഹുവിന്റെ സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണ് അൽ ഇസ്തിദ്റാജ്. ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്, ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിമ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിഷേധിച്ച് ജീവിക്കുകയായിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നിഅമത്തുകൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അവന് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകാതെ അവൻ തൗബ വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ അവൻ ദുനിയാവിയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവന് വന്നെത്തും, അവന് പിടികൂടും. ഘട്ടം ഘട്ടമായിട്ട് അനുഗ്രഹങ്ങൾ നൽകി അവസാനത്തിൽ പിടികൂടുന്നതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന കദ്ദബൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കുന്നവർ, സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ, അവരറിയാത്ത രീതിയിൽ, അവർ മനസ്സിലാക്കാത്ത രീതിയിൽ അവരെ നാം ഇസ്തിദ്റാജ് ചെയ്യുന്നതാണ്. അഥവാ ഇതുപോലെയുള്ള അനുഗ്രഹം നൽകി അവസാനം ഒരു പിടികൂടുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, എന്നെയും ഈ ദൃഷ്ടാന്തത്തെ കളവാക്കുന്നവരെ നീ വിട്ടേക്കുക. അവർ അറിയാത്ത രീതിയിൽ നാം അവരെ പിടികൂടുന്നതാണ്. അള്ളാഹുവിന്റെ തന്ത്രം വളരെ വലുതാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച്, അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ച്, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചിട്ടാണ് നാം ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു, നമുക്ക് നിഅമത്തുകൾ ലഭിക്കുന്നു, നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു, ആരോഗ്യം ലഭിക്കുന്നു, സ്ഥാനം ലഭിക്കുന്നു, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നാം ഭയപ്പെടണം. അത് ഇസ്തിദ്റാജായിരിക്കാം. അല്ലാഹു തആല ഇതെല്ലാം നൽകിയിട്ട് അവസാനം നമ്മുടെ പാപങ്ങൾക്കുള്ള ഒരു പിടികൂടൽ നമുക്ക് വന്നെത്തിയേക്കാം. നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ സമ്പത്തോ അതിന്റെ ആധിക്യമോ ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവല്ല. ഇസ്തിദ്റാജ് അത് കാഫിറിനും മുഅ്മിനും ഒരുപോലെ തന്നെയാണ്. അതിൽ കാഫിർ മുഅ്മിൻ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവർക്കും അല്ലാഹുവിൽ നിന്ന് നടപ്പിലാകുന്ന അല്ലാഹുവിന്റെ സുന്നത്താണത്. അല്ലാഹു ചോദിച്ചു, أيحسبون أن ما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون. അവർ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? അവർക്ക് സന്താനങ്ങളും സമ്പത്തും അധികരിച്ചു എന്നുള്ളത് അവർക്ക് നന്മയിൽ അവർ മുന്നേറി എന്നുകൊണ്ടാണെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത്? പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഈ ഇസ്തിദ്റാജിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ يعطي العبد من الدنيا على معاصي ما يحب
ഒരടിമ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോഴും അവൻ ഇഷ്ടപ്പെട്ട ദുനിയാവിയായ കാര്യങ്ങൾ അള്ളാഹു അവന് നൽകുന്നതായിട്ട് നീ കണ്ടു കഴിഞ്ഞാൽ അത് ഇസ്തിദ്റാജാണ്. അവന് ഘട്ടം ഘട്ടമായി നൽകിയിട്ട് അവസാനം പിടികൂടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക് ഫലമ്മാ നസൂ മാ ദുക്കിറു, അവർക്ക് ഓർമ്മപ്പെടുത്തിയത് അവർ മറന്നു കളഞ്ഞപ്പോൾ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തു. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളുടെ കാര്യം പറയുന്നത്. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ അവർ സന്തോഷിക്കുന്നത് വരെ, ആഹ്ലാദിക്കുന്നത് വരെ, ആഹ്ലാദിക്കുന്നത് വരെ അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു. അഖദ്നാഹും ബഗ്ദതൻ ഫഇദാ ഹും മുബ്ലിസൂൻ, പെട്ടെന്നതാ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് പിടികൂടി. അവർ ആശയറ്റവരായിക്കൊണ്ട് മാറുകയും ചെയ്തു. സഹോദരങ്ങളെ, ചിന്തിക്കുക. നമ്മുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോകുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിൽ നാം ഭയപ്പെടണം. പെട്ടെന്നുള്ള വലിയൊരു ശിക്ഷ അത് കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ശിക്ഷ നൽകുക എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നീട്ടിവെക്കുക എന്നുള്ളത് അത് അപകടം നിറഞ്ഞ കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. ഒരു അക്രമിയായിട്ടുള്ള ഒരാൾ, ഒരു തിന്മ ചെയ്തിട്ടുള്ള ആൾ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ ഏറ്റവും നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്നതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത് ഇസ്തിദ്റാജ് ആണ് എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ദുനിയാവിൽ തന്നെ നാം ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ വളരെ പെട്ടെന്ന് ലഭിക്കുക എന്നുള്ളത് അത് അള്ളാഹു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചതിന്റെ ലക്ഷണമാണ്. നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ബിൻ മുഖഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരു ആ വ്യക്തി മുസ്ലിം ആയിട്ടുണ്ട്. എന്നാൽ ജാഹിലിയ കാലത്ത് വ്യഭിചാരിയായ ഒരു സ്ത്രീയും, ആ സ്ത്രീയും പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഈ വ്യക്തിക്ക് ചില ആഗ്രഹങ്ങൾ തോന്നുകയും ആ സ്ത്രീയെ സ്പർശിക്കാൻ വേണ്ടി കൈ നീട്ടുകയും ചെയ്തു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഫഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ദഹബ ബിൽ ജാഹിലിയ്യ വജാഅനാ ബിൽ ഇസ്ലാം, അല്ലാഹു തആല നമ്മളിൽ നിന്ന് ജാഹിലിയ്യത്ത് എടുത്തു മാറ്റുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാം തന്നതുമാണ്. നീ ദൂരെ പോ, നീ എന്നെ സ്പർശിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പോയി. ആ സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുള്ള ഒരു മതില് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് വീഴുകയുണ്ടായി. അങ്ങനെ രക്തം മുഖത്ത് നിന്ന് വാർന്നൊലിക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തുകയും ഈ വ്യക്തി എന്താണ് ഉണ്ടായത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറയുകയാണ്, അൻത അബ്ദുൻ അറാദല്ലാഹു ബിക ഖൈറാ, നീ അല്ലാഹു നന്മ ഉദ്ദേശിച്ച ഒരു അടിമയാണ്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹു ഉഖൂബത ദംബിഹി, അവന്റെ പാപത്തിന്റെ ശിക്ഷകൾ പെട്ടെന്ന് തന്നെ അവന് നൽകുന്നതാണ്. വഇദാ അറാദ ബിഅബ്ദിൻ ശർറാ, അല്ലാഹു ഒരു അടിമക്ക് ശർറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അംസക അലൈഹി ബിദംബിഹി ഹത്താ യുവഫ ലഹു യൗമൽ ഖിയാമ കഅന്നഹു ഐറുൻ, വലിയൊരു പർവ്വത സമാനം പാപങ്ങളുമായിട്ട് പരലോകത്ത് വന്ന് പരലോകത്ത് അതിന് പകരം ചോദിക്കുന്ന അവസ്ഥയിൽ അവൻ എത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ശിക്ഷകൾ അത് യഥാർത്ഥത്തിൽ ഒരു അടിമക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഈ ദുനിയാവിൽ തന്നെ ശിക്ഷകൾ ആഗ്രഹിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഒരിക്കലും ശിക്ഷ നമ്മൾ ആഗ്രഹിക്കരുത്. പക്ഷെ നമുക്ക് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണെന്ന് മനസ്സിലാക്കി അത് അല്ലാഹു ഉദ്ദേശിച്ച ഖൈറാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നന്മ. എന്നാൽ ഒരിക്കലും നമ്മൾ ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ശിക്ഷ തേടാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയായ ഒരു സഹാബിയെ സന്ദർശിക്കാൻ പോയി. രോഗം ബാധിച്ച് ശോഷിച്ച് ഒരു കോഴിക്കുഞ്ഞു പോലെ ആയിട്ടുണ്ടായിരുന്നു ആ സഹാബി. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹ്, നീ എന്തെങ്കിലും അല്ലാഹുവിനോട് പ്രത്യേകിച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നോ, പ്രത്യേകിച്ച് തേടാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നഅം, ഉണ്ടായിരുന്നു. കുൻതു അഖൂൽ, ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ഫിദ് ദുനിയ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, അല്ലാഹ് എന്തെങ്കിലും ഒരു ശിക്ഷ നീ എനിക്ക് പരലോകത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ദുനിയാവിൽ തന്നെ നൽകണമേ എന്ന് ഞാൻ തേടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, ലാ തുതീഖു ഔ ലാ
തസ്തതിഉ, നിനക്കത് സാധിക്കില്ല, നിനക്കതിന് കഴിയില്ല. അഫലാ ഖുൽത, നിനക്ക് പറയാമായിരുന്നില്ലേ അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ദുനിയാവിലും പരലോകത്തും നന്മയും നരകശിക്ഷയിൽ നിന്ന് രക്ഷയും നീ തേടാമായിരുന്നില്ലേ എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇസ്തിദ്റാജ്, അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. മുൻഗാമികളിൽ കടന്നുപോയിട്ടുണ്ട്, നമ്മളിലും അത് സംഭവിക്കും. അതുകൊണ്ട് തിന്മകൾ അവസാനിപ്പിക്കണം, തിന്മകളിൽ തൗബ ചെയ്ത് മടങ്ങണം. നമുക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ അത് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റിയേക്കാം. അത് അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ചെയ്ത തിന്മകൾക്ക് ദുനിയാവിൽ തന്നെ ശിക്ഷ ലഭിക്കുക എന്നുള്ളത് അത് അല്ലാഹു തആലയുടെ അടിമക്ക് ഖൈർ ഉദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ശിക്ഷ ദുനിയാവിൽ തന്നെ നമ്മൾ തേടരുത്, ആഗ്രഹിക്കരുത്. ദുനിയാവിലും പരലോകത്തിലും നാം ആഫിയത്താണ് തേടേണ്ടത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിദ്റാജ്, മുസ്തദ്രിജീങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായിട്ടുള്ള ഇസ്തിദ്റാജ് നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം. പലപ്പോഴും ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, പദവിയാവട്ടെ, ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ നാം ചെയ്യുന്ന തിന്മകൾ ഉണ്ടായിട്ടും അത് നിലനിൽക്കുമ്പോൾ തിന്മകളെ കുറിച്ച് നാം നിസാരവൽക്കരിക്കും. നമ്മുടെ തൗബ വൈകും, നാം അതൊന്നും നമ്മെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതെല്ലാം പുറത്തു കിട്ടിയതാണെന്ന് തെറ്റിദ്ധരിക്കും. ഒരിക്കലും ഇങ്ങനെയുള്ള വഞ്ചനയിൽ നാം അകപ്പെടാൻ പാടില്ല. കാരണം അധിക മുസ്തദ്രിജീങ്ങളും ഇതിൽ അകപ്പെടുന്ന ആളുകളും അവരറിയാതെയായിരിക്കും അവർ ജീവിക്കുക. സലഫുകളിൽപ്പെട്ടവർ പറഞ്ഞു കാണാൻ സാധിക്കും, റുബ്ബ മുസ്തദ്രിജിൻ ബിനിഅമില്ലാഹ് വഹുവ ലാ യഅലം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാരണത്താൽ ഇസ്തിദ്റാജ് ബാധിക്കുന്ന ആളുകൾ അവരറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും മാരക രോഗങ്ങൾ നമ്മളിൽ ഉണ്ടാകുക, പെട്ടെന്നായിരിക്കും വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുക, പെട്ടെന്നായിരിക്കും അല്ലാഹുവിന്റെ ശിക്ഷകൾ നമുക്ക് വന്നെത്തുക. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം. അതല്ലാതെ ഒരു രക്ഷ നമുക്കില്ല. കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുന്നു, അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.